നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് സാമഗ്രി വിതരണ കേന്ദ്രങ്ങളിലും ബൂത്തുകളിലും ഒക്കെ ഭക്ഷണം എത്തിച്ചിരുന്നത് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരാണ്. അങ്ങനെ അവർ ഉണ്ടാക്കിയത് കോടികളുടെ ലാഭമാണ് കേട്ടോ. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചതോടെയാണ് കുടുംബശ്രീ രംഗത്തിറങ്ങിയത്. 2.34 കോടി രൂപയുടെ വരുമാനമാണ് കുടുംബശ്രീക്ക് ഇതുവഴി ഉണ്ടായത്. തിരുവനന്തപുരം നാലാഞ്ചിറയിലെ കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് നമ്മുടെ ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ പുട്ടുകച്ചവടം, അങ്ങനെ കുടുംബശ്രീ ഉണ്ടാക്കിയത് 2.43 കോടി രൂപയാണ്. സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും തിരഞ്ഞെടുപ്പ് സാമഗ്രികളടക്കം വയ്ക്കുന്നിടത്തും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം നടത്തുന്നിടത്തുമൊക്കെ ആയിട്ട് കുടുംബശ്രീ ഔട്ട്ലെറ്റുകൾ തുറന്നിരുന്നു. നമുക്ക് സംസ്ഥാനത്ത് ഈ ഒരു സാഹചര്യം അറിയാം. കഴിഞ്ഞ 2 മാസമായി വലിയ പ്രതിസന്ധികൾ മേഖലയിലുണ്ട്. കാരണം ഈ പാചകവാതക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഈ ഒരു വിജയഗാഥ പിന്തുടർന്നതെന്നുള്ളതാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നാലഞ്ചിറയിലെ ഒരു യൂണിറ്റിലാണ്, കുടുംബശ്രീയുടെ ഒരു യൂണിറ്റാണ്. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ആ സമയത്ത് വിതരണം ചെയ്തത്? എനിക്ക് ഒരാഴ്ച മുമ്പേ ഇലക്ഷൻ ട്രെയിനിങ് പരിപാടിയായിട്ട് മാർവാനീസിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമായിരുന്നു. ഉച്ചയ്ക്ക് 10:30 ടീ ആൻഡ് സ്നാക്സ്, ഉച്ചയ്ക്ക് അവരുടെ ഉച്ചഭക്ഷണം, വൈകുന്നേരം അതേപോലെ 4 മണിക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇതൊന്നും ഒത്തിരി പേരാണ് കഴിച്ചിട്ടുള്ളത്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭക്ഷണം പുറത്ത് പോകുമെന്നുള്ളത്. ഇതിൻ്റെ ഒരു ഓർഡർ കൂടെ ഉണ്ടായിരുന്നു. ആ ഓർഡറിൻ്റെ അത്രയുടെ ഡബിൾ ആണ് പുറത്തുനിന്നുള്ളവർ കഴിച്ചിട്ടുള്ളത്. കുറച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് തുടങ്ങിയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് കളക്ടറുടെ ഒരു പേപ്പർ ഗ്യാസ് ഏജൻസി വഴി കൊടുക്കുകയും ആവശ്യമുള്ള ഗ്യാസ് നമുക്ക് കിട്ടുകയും പിന്നെ ഈ ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഹോട്ടലില്ലായിരുന്നു. ഞങ്ങൾ രാത്രി വെളുപ്പിനെ 3:30 മണി വരെയും ഒരു ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ. എന്തായാലും ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് 51 ലക്ഷം രൂപയാണ് കുടുംബശ്രീ വിറ്റുവരവുള്ളതെന്നുള്ളതാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരത്താണ് 2ാം സ്ഥാനം. 49 ലക്ഷത്തോളം രൂപയുടെ ഭക്ഷണ സാമഗ്രികൾ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ദിവസങ്ങളിലൊക്കെയായി വിതരണം ചെയ്യാൻ കുടുംബശ്രീക്കായി എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.